അപ്പം ഇവിടെ രണ്ടാമത്തെ ബാബിലേക്ക് നമ്മൾ കടക്കുന്നു. അതാണ് ബാബുൽ ആനിയ. ആനിയത്ത് നമ്മൾ പറഞ്ഞു പാത്രങ്ങൾ എന്നാണ് ആനിയത്ത് നേരർത്ഥം. ഇനാഉൻ എന്നാണ് അതിൻ്റെ ഏകവചനം. ആനിയത്തുൻ എന്നും അതേപോലെ അവാനി എന്നും ജംആയി ഉപയോഗിക്കാറുണ്ട്. ആനിയത്തുൻ പാത്രം. ബാബുൽ ആനിയ പാത്രങ്ങൾ പറ്റി പറയുന്ന അധ്യായം എന്നർത്ഥം. പാത്രങ്ങളുടെ അധ്യായം എന്ന് പറഞ്ഞാൽ പാത്രങ്ങളെ കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ വലൗ സമീനൻ യുബാഹു ഇത്തിഖാദുഹു വസ്തിഅമാലുഹു ഇല്ലാ ആനിയത ദഹബിൻ വഫിദ്ദത്തിൻ വമുദബ്ബബൻ ബിഹിമാ ഫഇന്നഹു യഹ്റുമു ഇത്തിഖാദുഹാ വസ്തിഅമാലുഹാ വലൗ അലാ ഉൻസാ. അതാണ് ഇതിലെ ഒരു ആയത്തൊരു ഭാഗം. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ, കുല്ലു ഇനാഇൻ എല്ലാ പാത്രങ്ങളും, ത്വാഹിരിൻ ത്വാഹിറായ തുഹൂറായ ശുദ്ധിയുള്ള എല്ലാ പാത്രങ്ങളും, വലൗ സമീനൻ അത് വില കൂടിയതാണെങ്കിലും ശരി, വലിയ വില കൂടിയ പാത്രമാണ് എന്നാലും ഈ ഹുക്മ് മാറുന്നില്ല. വില കൂടി ചിലപ്പോൾ ഹറാമായി മാറും. എന്തുകൊണ്ട്? ധൂർത്തി എന്ന വകുപ്പിൽ പാത്രം എന്ന നിലക്കല്ല, ധൂർത്തടിക്കുക ഇസ്രാഫ് എന്ന നിലക്കൊരു പക്ഷേ ചിലത് പാടില്ല പറയേണ്ടി വരും. അത് പാത്രമായത് കൊണ്ടല്ല പാടില്ലാത്തത്, ധൂർത്തായത് കൊണ്ടാണ് പാടില്ലാത്തത്. അതുകൊണ്ടാണ് വലോ സമീനൻ എന്ന് പ്രത്യേകമായി പറഞ്ഞത്. അത് ഹറാമുകൾ രണ്ടായിട്ടുണ്ടാവും. ഒന്ന് സ്വന്തം നിലയ്ക്ക് ഹറാമായത്, മറ്റൊന്ന് മറ്റൊരു കാരണത്താൽ ഹറാമാകുന്നത്. ഹറാമും ബിദ്ദാത്ത്, ആ വസ്തു തന്നെ ഹറാമാണ്. ഇപ്പോൾ മദ്യപാനം, അല്ലെങ്കിൽ മദ്യം, വ്യഭിചാരം, ഇതൊക്കെ എന്താണ്? ആ സംഭവം തന്നെ ഹറാമാണ്. എന്നാൽ സംഗതി ഹറാമല്ല, പക്ഷെ അത് ഹറാമായ വഴിക്ക് സമ്പാദിച്ചു. ഇപ്പം ഹലാല വസ്തുവിനെ ഒരു നല്ല വസ്ത്രം, ആ വസ്ത്രം കട്ടുണ്ടെന്നു, അപ്പോൾ ഉപയോഗിക്കൽ ഹറാമായി. അവിടെ വസ്ത്രമായത് കൊണ്ടല്ല ഹറാമ്, സമ്പാദിച്ച മാർഗം തെറ്റായത് കൊണ്ടാണ് ഹറാമായത്. അപ്പോൾ ഒന്ന് സ്വന്തം നിലയ്ക്ക് ഹറാമായത്, അത് ഹലാലാണ്, വസ്തുവിന് മാറുണ്ടാവില്ല. മറ്റത് മറ്റു ചില കാരണങ്ങളെ ഹറാമായി മാറുന്നത്, അതൊരു പക്ഷേ ആ കാരണമില്ലാതാകുമ്പോൾ അത് അസലിലേക്ക് ഹുക്മ് മാറുകയും ചെയ്യും. അപ്പോൾ ഇവിടെ സെമീനായ പാത്രം എന്ന് പറഞ്ഞാൽ വലിയ വില കൂടിയ പാത്രം. അങ്ങനത്തെ പാത്രം ഹറാമാണോ ചോദിച്ചാൽ പാത്രം എന്ന നിലക്ക് അത് ഹറാമല്ല, പാത്രം എന്ന നിലക്ക് ഹറാമല്ല. എന്നാൽ അത് ധൂർത്താണെങ്കിലോ ധൂർത്ത് നിലക്ക് ഹറാമാവുന്നുള്ളൂ, അല്ലാതെ പാത്രം എന്ന നിലക്ക് ഹറാം. ഇനി പാത്രമല്ല, ആ സ്ഥലത്ത് വേറെ എന്തായാലും അങ്ങനത്തെയാണ്. പാത്രത്തിന് പകരം മറ്റെന്തെങ്കിലാണെങ്കിലോ അപ്പോഴും മുക്കും അദ്ദേഹം ധൂർത്താണെങ്കിൽ. അപ്പം അത് പാത്രം എന്നതിൻ്റെ വിധിയല്ല, ധൂർത്തിൻ്റെ വിധിയാണ് അവിടെ വരുന്നത്. ഏ ധൂർത്ത് ആപേക്ഷിക്കാണ്. അത് ഉപയോഗിക്കൽ വേറെ, ഇത് ഉണ്ടാക്കൽ വേറെ, ഉപയോഗിക്കൽ വേറെ. അത് ഇതിൽ 3 മസാല വരും. ഇത് വരുന്നുണ്ട്. നമ്മുടെ പാത്രത്തിൽ 3 തരം സംഗതി വരും. പാത്രം നമ്മൾ ഉടമയാക്കൽ ഒന്നാണ്, അത് ഉണ്ടാക്കൽ ഒന്നാണ്, അത് ഉപയോഗിക്കൽ മറ്റൊന്നാണ്. ഇനി അതന്നെ തിന്നാനും കുടിക്കാനും ഉപയോഗിക്കൽ വേറൊന്നാണ്. ഒരു പാത്രത്തിൽ തിന്നുക എന്നുള്ളത് മറ്റൊരു വിഷയം, ആ പാത്രം ഉപയോഗിക്കുക എന്നുള്ളത് വേറൊരു കാര്യം. പാത്രം ഉണ്ടാക്കുക അല്ലെങ്കിൽ പാത്രം ഉടമപ്പെടുത്തുക എന്നത് മറ്റൊരു കാര്യം. അതിനനുസരിച്ച് ഓരോന്നിനും ഹുക്മുകൾ മാറി മാറി വരും. അപ്പൊ കുല്ലു ഇനാഇൻ ത്വാഹിരിൻ ശുദ്ധിയുള്ള എല്ലാ പാത്രങ്ങളും, കുല്ലു ഇനാഇൻ ത്വാഹിരിൻ, ത്വാഹിർ ശുദ്ധിയുള്ളത്. വെള്ളത്തിൽ പല ത്വാഹിറിന്റെ വ്യത്യാസം വേണ്ടാവില്ല. വെള്ളത്തിൽ തുഹൂർ വേറെ, ത്വാഹിർ വേറെ, ബാക്കിയൊന്നും ഉണ്ടാവില്ല. കാരണം വെള്ളം ശുദ്ധി മാത്രമല്ല മറ്റൊന്ന് ശുദ്ധി ആക്കാൻ ഉപയോഗിക്കുന്നതാണ്. പാത്രത്തിലോ വസ്ത്രത്തിലോ അതില്ലല്ലോ. അപ്പം ശുദ്ധിയുള്ള വസ്ത്രം അത് ത്വാഹിറെന്നോ തുഹൂറെന്നോ സമാനമായ മറ്റു വാക്കൊക്കെ ഉപയോഗിക്കാം. അവിടെ ഈ വ്യത്യാസമില്ല. വെള്ളത്തിൻ്റെ കാര്യത്തിലാണ് തുഹൂർ വേറെ, ത്വാഹിർ വേറെ, നജിസ് വേറെ എന്ന് പറഞ്ഞു. ആ തുഹൂർ ഉപയോഗിക്കാം, പ്രശ്നമൊന്നുമില്ല. ആ സാങ്കേതിക അർത്ഥമല്ല അവിടെ. തുഹൂർ എന്ന അതിൻ്റെ ആമായ അർത്ഥമേ അവിടെ ഉദ്ദേശിക്കപ്പെടുന്നുള്ളൂ. ഇപ്പം കുല്ലു ഇനാഇൻ ത്വാഹിരിൻ, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും, പാത്രങ്ങൾ എന്താ പറഞ്ഞിട്ടില്ല, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും, വലൗ സമീനൻ, ഹുക്മ് പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞാണ്. കുല്ലു ഇനായിൻ ത്വാഹിർ എന്നിട്ട് എന്താന്ന് പറഞ്ഞില്ല, അതിന് മുമ്പ് തന്നെ വേറെ കാര്യം പറഞ്ഞു, വലൗ സമീനൻ, അത് വില കൂടിയതാണെങ്കിലും ശരി, വലൗ സമീനൻ വില കൂടിയതാണെങ്കിലും
ശരി. അപ്പോൾ ഒരു കാര്യം പറയുന്നതിനിടയിൽ വേറെ കാര്യം പറയാം. അതിനാണ് മുഴുത്തരിതായ ജുംല എന്ന് അറബി പറയും. അൽ ജുംലത്തുൽ മുഴുത്തരിത. നമ്മുടെ നാടൻ ഭാഷയിൽ പറയല്ലോ, എടി കയറി പറയാന്ന്. അതാണ് ശരിക്കും മുഴുത്തരിതായ ജുംല. ഒരു കാര്യം ഇങ്ങനെ പറയുന്നതിനിടയിൽ അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു പോവുക. അത് പല കാരണങ്ങളാൽ അങ്ങനെ ഉണ്ടാകും ഭാഷയിൽ. ഒന്നുകിൽ ഇത് പറഞ്ഞു കഴിയുമ്പോഴേക്ക് മറ്റേ സംശയം മനസ്സിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പം അത് വേണ്ട, ആ സംശയത്തിൽ പഴുത് ഒഴിവാക്കിയിട്ടപ്പോൾ തന്നെ പറയാം. അല്ലെങ്കിൽ ആ സംഗതി പിന്നെ പറയാൻ വിട്ടുപോകാം, അല്ലെങ്കിൽ പ്രാധാന്യം കുറയും പിന്നെ പറയുമ്പോൾ. അത് പ്രാധാന്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് കുറച്ച് വൈകുമ്പോൾ അതിന് പ്രാധാന്യം ഒരു പക്ഷെ മനസ്സിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാം. അതുകൊണ്ട് അത് ഇപ്പം തന്നെ പറഞ്ഞു വെക്കുന്നു, ആ പ്രാധാന്യം കുറഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ, അല്ലെങ്കിൽ തെറ്റിദ്ധാരണ വരും. അങ്ങനെ വരാം, ഒരു കാര്യം പറഞ്ഞു പോകുമ്പോഴേക്ക് തെറ്റിദ്ധാരണ വരാം. അപ്പോഴും ആ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടി അതിന് മുമ്പ് തന്നെ ഈ കാര്യം പറഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ബാക്കി പറയും. അതേപോലെ ആക്ഷേപിക്കാൻ, പ്രശംസിക്കാൻ ഒരുപാട് തരത്തിൽ വരുന്നത്. ഇപ്പോൾ അറാബി പറയുന്നുണ്ട്, നമ്മുടെ വിഷയമല്ല, എന്നാലും പറഞ്ഞപ്പോൾ പറയുന്നുള്ളൂ. അത് ഒരു അറാബി അയാൾ ഭാര്യനെ ആക്ഷേപിച്ച് പാട്ടെഴുതാണ്. ബാക്കി പോട്ടെ. അതായത് ഭാര്യയെ ആക്ഷേപിച്ചുകൂടെ അറാബി പാടിലാണ്. അവളതാ തുറക്കുന്നു, ഫമൻ വായ തുറക്കുന്നു, ഓള് വായ തുറക്കുന്നു. ലൗ റഅയ്തഹു നീ അത് കണ്ടാൽ തവഹംതഹു ബാബൻ മിനന്നാർ യുഫ്തഹു നരകത്തിന്റെ കവാടം തുറന്നതാണ് തോന്നിപ്പോകും. ആ കൊലത്തെ തൊള്ളപ്പത ഓള് തുറക്കാൻ പോകുന്നുണ്ട് എന്നാണ് ആശയം. അതെന്തോ ആവട്ടെ, പക്ഷേ ഫമൻ എന്നാണ്. അവൾ തുറക്കുന്നു എന്ത്? ഫമൻ. ആ ഫമൻ എന്ന് പറഞ്ഞ മുമ്പ് എന്ത് പറഞ്ഞു? ലാ കാനത്ത് ഉണ്ടാകാതെക്കട്ടെ. ഫമൻ എന്ന് പറഞ്ഞ ആ രണ്ടിന്റെ അടി കൊണ്ടേക്കാണ്ട് തുറക്കണേ അല്ലാ തുറക്കാതെക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് വാക്കി പറഞ്ഞത്. അപ്പൊ അത്രയും മോശമാണ് പറയാൻ വേണ്ടി. മറ്റപ്പോൾ ഇതൊക്കെ പറഞ്ഞു വന്ന അവസാനം ലാ കാനത്ത് പറയുമ്പോത്തിന് ഞാൻ അവിടേക്ക് ആൾക്കാർ സ്വന്തം ഉണ്ടായിക്കോളുന്നില്ല. അപ്പോൾ സംഗതി കഴിഞ്ഞു പോയിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല ഉദ്ദേശങ്ങളിൽ അറബി ഭാഷയിൽ ജുമത്തുൽ മുഅ്തരിദ വരും. പ്രശംസിക്കാൻ വേണ്ടി, ഇത് ആക്ഷേപിക്കാൻ വേണ്ടിയാണ് എന്ന പോലെ പ്രശംസിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അതേപോലെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. പിന്നെ അതിൽ നിന്ന് ശ്രദ്ധ തെറ്റിപ്പോകാതെക്കാൻ വേണ്ടി പറയാം. ഇങ്ങനെ ഉപയോഗിക്കുന്ന വാക്കാണ് അൽ ജുംലത്തുൽ മുഅ്തരിദ എന്നാണ് അറബി പറയാം. ഇടയിൽ ഉപയോഗിക്കപ്പെടുന്ന ജുംലകൾ. ഇവിടെ പദാണ് കുല്ലു ഇനാഇൻ ത്വാഹിരിൻ. പിന്നെന്താ പറയേണ്ടത് ശരിക്ക്? യുബാഹു എന്നാ അടുത്ത വാക്ക്. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു. ത്വാഹിറായ എല്ലാ പാത്രങ്ങളും ഹലാലാകും. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ സംശയം ഉണ്ടാകും, അത് കുറച്ച് ഭയങ്കര പിന്നെ ചെലവുള്ള വലിയ ഐറ്റം പാത്രമാണെങ്കിലോ. അപ്പൊ ഞാൻ ചോദിക്കാൻ നിൽക്കണ്ട, അതിന് മുമ്പന്നെ എന്ത് പറഞ്ഞു? വലൗസമീനൻ, അതെത്ര വില കൂടിയതാണെങ്കിലും ശരി യുബാഹു, അത് ഹലാലാകും. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു എന്നർത്ഥം. കുല്ലു ഇനാഇൻ ത്വാഹിരിൻ യുബാഹു, ത്വാഹിറായ എല്ലാ പാത്രങ്ങളും യുബാഹു അനുവദനീയമാണ്. എന്തുകൊണ്ടായിരിക്കും അത്? ഹറാമെന്ന് പറയാൻ തെളിവില്ല. ഹറാമെന്ന് പറയാൻ തെളിവില്ലാത്ത കാലത്തോളം ഇതൊക്കെ ഹലാലാണ് എന്ന് കണക്കാക്കാം. ഘനപാത്രങ്ങൾ, വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, പാനീയങ്ങൾ തുടങ്ങി മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഭൗതികമായി ഉപയോഗിക്കുന്ന എല്ലാ തരം വസ്തുക്കളുടെയും അസ്ല് ഹലാലാണ് എന്നാണ്.